AIADMKക്ക് കേരളത്തിൽ യൂണിറ്റ് ഉണ്ട്, ശിവസേനയ്ക്കുണ്ട് കേരളത്തിൽ യൂണിറ്റ്. ശിവസേന രൂപപ്പെട്ടത് തന്നെ ആൻറ്റി മലയാളി ആൻറ്റി മദ്രാസി ഓർഗനൈസേഷൻ എന്ന നിലയ്ക്കാണ്. അങ്ങനെ AIADMK, DMK, ശിവസേന തുടങ്ങിയിട്ടുള്ള പാർട്ടികൾക്കൊക്കെ കേരളത്തിൽ യൂണിറ്റ് ഉണ്ട്. താങ്കളിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നൊരു ബംഗാളി പാർട്ടിയുമായിട്ടാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആലോചിക്കുന്നത്. കേരളീയർ അത് എത്രമാത്രം സ്വീകരിക്കും? ഞാൻ ഉയർത്തുന്ന പാർട്ടിയുടെ മുദ്രാവാക്യത്തിലാണ് കേരളീയ ജനതയിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്കറിയാം ബംഗാളിലുണ്ടായിരുന്ന സാഹചര്യം. അവിടെ OBCയെയും ദളിതുകളെയും SC/STയെയും പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ടും അവരുടെ ജീവിത നിലവാരം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചത് കൊണ്ടാണല്ലോ കഴിഞ്ഞ 15 വർഷമായിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ പറയുന്ന BJPക്കോ കേന്ദ്ര ഭരണകൂടത്തിനോ അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മാത്രമല്ല ആ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ കേന്ദ്രമെടുത്ത നിലപാടുകളെ വെല്ലുവിളിച്ചൊരു സ്ത്രീയാണ് അവർ. അവരുടെ സംബന്ധിച്ച് രാഷ്ട്രീയമായ അവരെ കാഴ്ചപ്പാടുകളോടൊപ്പം പൊതുസമൂഹത്തെ പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗത്തെ കൂടെ നിർത്തുന്നതോടൊപ്പം കൃത്യമായ പോരാട്ടം അവർ നടത്തി മുന്നേറുകയാണ് കേന്ദ്രത്തിനെതിരെ. RSSനെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അവർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അവിടെ വന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് TMCയുടെ നേതാക്കളെ, മന്ത്രിമാരെ, അതിനെ അവർ തടയിട്ട് EDയുടെ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ, അതിന് ധൈര്യം കാണിച്ച രാഷ്ട്രീയ പിൻബലമുള്ള ഒരു ഉരുക്കു വനിതയാണ്. ശരി, ശ്രീ പി വി അൻവർ, ഏറ്റവും ഒടുവിൽ എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന രൂപത്തിൽ അതിനെ വിവക്ഷിക്കാനാകും. അതാകും കുറച്ചുകൂടി താങ്കളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് യോജിക്കുക. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായി താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. ആ ഒരു പ്രഖ്യാപനം അല്പം മുമ്പ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതാണല്ലോ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പ്രസ് റിലീസ്. ഇനി താങ്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, UDFന് നിരുപാധിക പിന്തുണയാണ് താങ്കൾ പറഞ്ഞത്. നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നുള്ളത് UDFനെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വാസമാകുന്ന ഒരു കാര്യമാണ്. താങ്കൾ പറയുന്നു താങ്കൾ ഇപ്പോൾ മത്സരിക്കാനില്ല എന്ന്. പക്ഷേ താങ്കൾ അതിനുശേഷം പറഞ്ഞ കാര്യം, അവിടെ ഒരു സ്ഥാനാർത്ഥി ആരാകണം, UDFന്റെ സ്ഥാനാർത്ഥിയായി വരേണ്ടത് VS ജോയ് ആണ് എന്ന് താങ്കളുടെ വാക്ക് പറയുകയാണെങ്കിൽ റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന വാക്കാണ് താങ്കൾ പ്രയോഗിച്ചത്. അപ്പോൾ VS ജോയ് മത്സരിക്കണം, ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുകയാണെങ്കിൽ ആ പിന്തുണയില്ല എന്നും പറയുന്നു. അപ്പോൾ അവിടെയുള്ള കോൺഗ്രസിലെ വിഭാഗീയതയിൽ ഓരം ചേർന്ന് അതിൽ ഒരു പ്രധാന ഘടകമായി താങ്കൾ പ്രവർത്തിക്കാൻ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് എത്രത്തോളം കോൺഗ്രസ് ഉൾക്കൊള്ളും? ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് നിശ്ചയിക്കാൻ PV അൻവറോ എന്ന ചോദ്യം കൂടി ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് ഉയരില്ലേ ശ്രീ അൻവർ? അല്ല, അതിൽ ഞാൻ റിക്വസ്റ്റ് ഡിമാൻഡാണ്. ഇറ്റ്സ് എ റിക്വസ്റ്റ് ഓൺലി. അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അത് കോൺഗ്രസിന് തീരുമാനിക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ജോയിയെ സജസ്റ്റ് ചെയ്തത്? ജോയി ആ നിയോജക മണ്ഡലക്കാരനാണ്, ഒരു മലയോര കർഷകനാണ്, ഇത്തരം വിഷയങ്ങളിൽ നേരിട്ട് അനുഭവസ്ഥനാണ്. മാത്രമല്ല ഈ മലയോര മേഖലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയോര മേഖലയിൽ ജീവിക്കുന്നത് ഈ പറയുന്ന ഭൂരിപക്ഷവും കർഷകർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ കൃഷിയെ പഠിപ്പിച്ചത് ഇവിടുത്തെ കർഷക സമൂഹമാണ്. കൃഷി എങ്ങനെയാണ് ലാഭകരമാക്കുക, ഏതാണ് ബുദ്ധിപൂർവ്വം പ്രയോഗിക്കേണ്ട കാർഷിക രീതികൾ എന്ന് ഈ കേരളീയ സമൂഹത്തെ പഠിപ്പിച്ച് കാർഷിക മേഖലയ്ക്കൊരു ഉണർവുണ്ടാക്കി ഇന്നും ആ മലയോര മേഖലയിൽ ഈ പറയുന്ന വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടിയിട്ട് പിടിച്ചു നിർത്താൻ ഒരു വലിയ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമുദായം.